എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് നിശമാധവന്റെ ഓഡിയോ റിലീസ് എറണാകുളത്ത് വെച്ച് നടന്നപ്പോൾ അതിൽ രഞ്ജൻ പ്രമോദ്, രഞ്ജൻ അബ്രഹാം, ലാൽ ജോസ്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, പുതിയ ആൾക്കാർ, അവരുടെ ഒരു ടെൻഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പാട്ട് ഓൾറെഡി ഇവിടെ കേട്ടതല്ലേ ലൈക്ക് ഓർമ്മകളിൽ മൂവന്തിയ ഇനി വരുമോ ആ നല്ല നാൾ. ഒരുപാട് സന്തോഷം സുരേഷ്, അതുപോലെ നമ്മുടെ ഡയറക്ടർ വളരെ മനോഹരമായിട്ട് പാടും. ഒരു കമ്പോസറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലിറിക്സ് റൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു മൂവിയിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യാൻ പറയുന്നത് വലിയ കാര്യമാണ്. അത് വളരെ ഭംഗിയായിട്ട് മൂന്ന് പാട്ടുകൾ എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവിയിൽ ചെയ്തു എന്നുള്ളത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ലിറിക്സ് റൈറ്ററും അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടറുടെ ഫസ്റ്റ് മൂവിയാണെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ്. 3 പാട്ടും വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ താങ്ക് യു സോ മച്ച് പ്രൊഡ്യൂസർ സാർ, അതുപോലെ തന്നെ രജീഷും. ഒരു ഡയറക്ടർ തന്നെ ലിറിക്സ് എഴുതാന്ന് പറയുമ്പോൾ അതിന് തിരക്കഥ എഴുതിയ ആൾ തന്നെ ആ സിറ്റുവേഷനിൽ ഇത്രയും ഭംഗിയായിട്ട് ഉദാഹരണമായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രജീഷ് കൺഗ്രാറ്റ്സ്, വളരെ സന്തോഷം. ഇനിയും തമ്പിസാർ, പ്രിയമാണ് തമ്പിസാർ പറയാറുണ്ട്, തമ്പിസാർ വന്ന സമയത്ത് വയലാറും ഭാസ്കരൻ മാസ്റ്ററും മോയന്തിയും ഒക്കെ എടുത്തുകൊണ്ടുള്ള സമയത്ത് തമ്പിസാറിനൊരു അവസരം കിട്ടുന്ന ചിത്രത്തിനുണ്ടായിരുന്നു. അപ്പോൾ സാറ് പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ തമ്പിസാറും എഴുതി ഭാസ്കരൻ മാഷിനെയും ബാക്കിയുള്ളവരെ വിളിച്ച് എഴുതിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്നത് തന്നെ രജീഷ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്തത്. എന്തായാലും ഒരുപാട് സന്തോഷം. വളരെ മനോഹരമായിട്ട് ഗാനങ്ങളാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് നിശമാധവന്റെ ഓഡിയോ റിലീസ് എറണാകുളത്ത് വെച്ച് നടന്നപ്പോൾ അതിൽ രഞ്ജൻ പ്രമോദ്, രഞ്ജൻ അബ്രഹാം, ലാൽ ജോസ്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, പുതിയ ആൾക്കാർ, അവരുടെ ഒരു ടെൻഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ ഹനീഫക്കൊക്കെ ബാക്കി സീനിയേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, ദാസേട്ടൻ, ഒരുപാട് പേരുണ്ട്. അപ്പം അന്ന് ഉണ്ടായിരുന്ന ലലുവേട്ടൻ്റെ ഒക്കെ മുഖത്തുണ്ടായിരുന്ന ഒരു ടെൻഷൻ എനിക്കിപ്പോഴും രജീഷിന്റെ മുഖത്ത്, അതുപോലെ തന്നെ ക്യാമറമാൻ, ഓരോരുത്തരുടെയും മുഖത്തിനാണ്. അതൊന്നും സാരമില്ല, അതൊക്കെ ഇനി ശീലമായിക്കോളും, കുഴപ്പമില്ല. ടെൻഷൻ ഉള്ളപ്പോഴാണ് നമ്മളെ കൂടുതൽ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. ടെൻഷൻ ഇല്ലാതെ വരുമ്പോൾ ഇതെല്ലാം തികഞ്ഞു തോന്നും അല്ലേ? അപ്പോൾ ഓരോ സിനിമയും കൂടുതൽ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു എന്താ പറയുക, തീർച്ചയായിട്ടും ഒരു നല്ലൊരു തുടക്കമാവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. കരിമിഴിക്കുരുവിയെ കണ്ടീല, നീ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല, കാവിൽ വന്നീല, പൂരം കണ്ടീല, മായ കൈകൊട്ടും മേളവും കേട്ടീല, കരിമിഴിക്കുരുവിയെ കണ്ടീല, നീ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ